ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ പാല് വന്നിട്ടുണ്ട്, പാല് കാച്ചാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വലിയ മോന് പോകാനൊക്കെ റെഡി ആവുന്നുണ്ട്. ചെറിയ മോന് ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പോൾ വലിയ മോന് പനി കാരണം അവന് രാവിലെ ഒന്നും വേണ്ട, ഉച്ചയ്ക്ക് ഒന്നും വേണ്ട, ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ചെറിയ മോനും പോകുമ്പോൾ ഒന്നും അങ്ങനെ കഴിച്ചിട്ട് പോകാറില്ല. അവന് എന്തെങ്കിലും പാലോ എന്തെങ്കിലും ബ്രെഡ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ വലിയ മോൻ ഇച്ചിരി കഞ്ഞിക്കുള്ളതാക്കി, പക്ഷെ കഞ്ഞിക്കുള്ളതാക്കിയിട്ടും അവന് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു. മുട്ട വാട്ടിയത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ മുട്ട കളയാൻ പറ്റത്തില്ലല്ലോ, ഞാനെടുത്തങ്ങ് കുടിച്ചു. അവനാണെങ്കിൽ നല്ല പനിയുണ്ട്. നല്ല പനിയുള്ളത് കാരണമാട്ടോ അവനല്ലെങ്കിൽ അവൻ മുട്ടയൊന്നും കഴിക്കാതെ പോകുന്നതല്ല, അവൻ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഒട്ടും വയ്യ. അപ്പം പിന്നെ ഞാനതങ്ങ് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിമ്മിനി മൊത്തം ചെല്ലന്തി വലയായിട്ടുണ്ട്. അപ്പോൾ ചെല്ലന്തി വല അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ചിമ്മിനിയുടെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞു. അപ്പോൾ എന്നാൽ ഇച്ചിരി കാപ്പിയും കൂടി ഇരിപ്പുണ്ട്, അതും കൂടെ കുടിച്ചിട്ട് എന്നാൽ കലാപരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഗ്ലാസ് കാപ്പിയും കൂടി എടുത്ത് കുടിച്ചു. അങ്ങനെ ഞാൻ ചിമ്മിനിയിൽ കൈയെത്തുന്നിടം വരെയൊക്കെ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെല്ലന്തി വലയുണ്ട് കേട്ടോ, നല്ല എല്ലായിടവും നല്ല ഭയങ്കരമായിട്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചുക്കിലി അടിക്കില്ലെന്ന് പറയും അല്ലേ? ഒരുവിധപ്പെട്ടയിടത്തൊക്കെ ചുക്കിലി അടിക്കില്ലെന്ന് പറയും. ഇത് കണ്ടോ, ഇതുമാതിരി ആയി ഇരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യണ്ടേ നമ്മൾ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടി. അപ്പം താഴെ നിന്ന് പറ്റത്തില്ല എന്ന് തോന്നി, എങ്കിൽ നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറിയാലേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ അതിന് മുമ്പ് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് ആകാലോ എന്ന് വിചാരിച്ച് നല്ലൊരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാത്ത ദിവസവും കൂടെ ആകട്ടെ, നല്ല വയറുവേദനയുണ്ട്. എങ്കിൽ പോലും അത് കാര്യമാക്കാതെ മടിയേര് മല ചുമക്കുന്നത് പോലെ തന്നെ ഞാൻ എൻ്റെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നു. കണ്ണിലൊക്കെ നല്ലവണ്ണം പൊടി വീണിട്ടുണ്ട്. നല്ലതൊന്നും കാര്യമാക്കിയില്ല. നല്ലവണ്ണം നല്ല അവിടെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അവിടെയൊക്കെ ചിലന്തി ഞാൻ കാണിച്ചു തരുന്നല്ലോ നിങ്ങളെ. അപ്പോൾ അതെല്ലാം ഒരുവിധം ഞാനൊന്ന് ക്ലീൻ ചെയ്തു. എനിക്ക് ഒന്നാമതേ ഞാനൊരു മടിച്ചിയാണ്. പിന്നെ മടി പിടിച്ചിട്ടാണെങ്കിലും ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. അപ്പം അതൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ചെലന്തി വല അടിച്ചൊന്ന് തൂത്തു വരാം അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അത് മാത്രം പറ്റത്തില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അതേ കണ്ടോ, ഇതാണ് അവസ്ഥ. എല്ലായിടവും ചെലന്തിയുടെ പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, അവിടെയെല്ലാം തൂത്ത് ഞാൻ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായിരുന്നു ചിമ്മിനി മൊത്തം അങ്ങ് കഴുകിയങ്ങ്. അപ്പോൾ ഈ അടുപ്പ് കണ്ടോ, ഈ അടുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അടുപ്പെല്ലാം കഴുകി ഞാൻ വൃത്തിയാക്കി. നമ്മൾ അടുപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മൾ അന്നപ്പോൾ തൊട്ട് ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകി എല്ലായിടവും വൃത്തിയാക്കി. അപ്പോൾ ഇത്രയുമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ എന്നെയും കൊണ്ട് അത് മാത്രമായിട്ട് ചെയ്തു വന്നപ്പോൾ പറ്റത്തില്ല. മടിയൊരു മല ചുമക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലിയും കൂടെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് തോന്നി. ഇപ്പോൾ ചിമ്മിനിയുടെ അടിവശമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വൃത്തിയാക്കി വെച്ചു. വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞാൽ മോളിൽ കഴുകി ഇറക്കിയ വെള്ളം അടുക്കള മൊത്തമായി. അപ്പോൾ അടുക്കള മൊത്തവും നമ്മളൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അടുക്കള മൊത്തം കഴുകാമെന്ന് വിചാരിച്ച് 2-3 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് കമത്തി. അപ്പോൾ കഴുകി സോപ്പും ഒക്കെ ഇട്ട് തേച്ചുരച്ചപ്പോൾ ഈ അഴുക്ക് വെള്ളം പാനാണെങ്കിൽ ഓവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ബക്കറ്റിലോട്ട് കോരി കൊണ്ടുവന്ന് കളഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.